പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നു. ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. ഇറാന്റെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന നേതാക്കൾ ഉൾപ്പെടുന്ന സംഘമാണ് ചർച്ചകൾക്കായി എത്തിയത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇസ്ലാമാബാദിൽ എത്തി. കാർത്തിക് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, പാകിസ്ഥാൻ PM വാക്കുകൾ പ്രകാരം, ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ പ്രകാരം മേക്ക് ഓർ ബ്രേക്ക്, അതാണ് ഏറ്റവും നിർണായകമായ ചർച്ച, ലോകം ഉറ്റുനോക്കുന്ന ചർച്ച. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്നത് നോക്കണം. ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രതീക്ഷിക്കണം? രണ്ട് ഘട്ടമായിട്ടാണ് ചർച്ചകളെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശം? ഹരി, ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം 6 ആഴ്ച പിന്നിട്ടു. 6 ആഴ്ച പിന്നിട്ട ശേഷമാണ് ചില രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തലിന് ഒരു ധാരണയിൽ എത്തിയത്. ഈ വെടിനിർത്തലിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. ഇന്ന് ലോകശ്രദ്ധ ഇസ്ലാമാബാദിലേക്കാണ്. ഇസ്ലാമാബാദിൽ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായാണ് ചർച്ച. അതിൽ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുമായി ഇറാൻ പ്രതിനിധി സംഘം ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്നലെ എത്തിയ ഇറാനിൽ നിന്നുള്ള 71 അംഗ പ്രതിനിധി സംഘം പ്രാഥമിക ചർച്ചകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ എയർ മാർഷൽ, ചീഫ് മാർഷൽ അസീം മുനീറുമായുള്ള ചർച്ച ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം പാക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം US വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിൽ US-ൽ നിന്നെത്തിയ US-ൻ്റെ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാകും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ഒരു മുഖാമുഖം ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുക. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം എന്ന വിഷയത്തിലായിരിക്കും പ്രാഥമിക ചർച്ചകൾ നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്ന ഒരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കും. നേരത്തെ തന്നെ ഇറാൻ 10 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അതായിരുന്നു പ്രാഥമിക 10 നിർദ്ദേശങ്ങളിലെ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഇസ്ലാമാബാദിൽ ഇങ്ങനെയൊരു മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. എന്തായാലും ഹോർമുസിൽ ഗതാഗതം അനുവദിക്കാൻ ഇറാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശം എന്താവും? നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ ഇറാൻ ഒരു വ്യക്തത വരുത്തിയിരുന്നു. കാരണം ഇറാന് മേൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇറാനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ യുദ്ധം സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ മറികടക്കാൻ ഇറാന് വലിയൊരു സാമ്പത്തികമായുള്ള ഒരു സഹായം അടിയന്തരമായി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ US ഏർപ്പെടുത്തിയ ഉപരോധം, അത് കാരണം വിദേശ ബാങ്കുകളിൽ തടഞ്ഞു വച്ചിരിക്കുന്ന ഇറാൻ്റെ 10,000 കോടി ഡോളറിൻ്റെ ആസ്തികൾ വിട്ടു നൽകണം എന്നൊരാവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും അതിൻ്റെ ചർച്ചകളായിരിക്കും ആദ്യം നടക്കുക. കാരണം ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് പാർലമെൻറ്റ് സ്പീക്കർ MP ഗാലിബാഫ് ആണ്. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുമുണ്ട്. ഇവർക്കൊപ്പം തന്നെയാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക കാര്യങ്ങളിലടക്കം, ഇത്തരത്തിൽ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം തന്നെ പ്രാഥമിക ഘട്ടങ്ങളിലെ ചർച്ചകളിൽ ഉരുത്തിരിയും. അതിൽ അമേരിക്കയുടെ നിലപാട് എന്താകും? വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറാകുമോ? അതിനെ ആശ്രയിച്ചിരിക്കും ഹോർമുസ് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ചകൾ. മറ്റൊന്ന്, നേരത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% സമ്പുഷ്ടീകരിച്ച് ഇറാൻ സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം അത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നൊരാവശ്യം വച്ചിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ന്യൂക്ലിയർ നെഗോഷിയേറ്റേഴ്സ്, അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രതിനിധികളെ ഇറാനിലെത്തി നിലവിലെ സാഹചര്യം പരിശോധിക്കാൻ അനുവദിക്കണം. അതായത് കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസത്തെ യുദ്ധം നടന്നിരുന്നു. ആ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിലെ പല ആണവ സൈറ്റുകളും അമേരിക്ക തകർത്തിരുന്നു. പക്ഷേ അപ്പോഴും സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച 400 കിലോ യുറേനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. അത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന ആവശ്യവുമായാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് തന്നെ. ഈ പുതിയ സാഹചര്യങ്ങളിൽ ന്യൂക്ലിയർ നെഗോഷിയേറ്റേഴ്സിനെ ഇറാനിലെത്തി
അവിടുത്തെ ആണവ സൈറ്റുകളിൽ പരിശോധന നടത്താൻ അനുവദിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. സമാധാന ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു. പക്ഷേ കൃത്യമായ സന്ദേശവുമായാണ് ഇറാൻ വന്നിരിക്കുന്നത്. നേരത്തെ അവരെത്തിയ വിമാനത്തിൽ പോലും പ്രതീകാത്മകമായി മിനാബിൽ മരിച്ച കുട്ടികളുടെ ചിത്രവും അവരുടെ രക്തം പുരണ്ട ബാഗുകളും ഷൂസുകളും ഒക്കെ കൊണ്ടാണ് ആ വിമാനം ഇസ്ലാമാബാദിൽ പറന്നിറങ്ങിയത്. അതൊരു പ്രതീകാത്മകമായ സന്ദേശം തന്നെയാണ്. അതായത് വിട്ടുവീഴ്ചകൾ ആകാം, പക്ഷേ അതിന് ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ US അംഗീകരിക്കണം എന്നത് തന്നെ ആയിരിക്കും. എന്തായാലും വരും മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല, വി ഡോണ്ട് ട്രസ്റ്റ് ദി US എന്ന് തന്നെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. അപ്പോൾ എന്തായിരിക്കും ചർച്ചകൾ നടക്കുക എന്നത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുന്നതായിരിക്കും. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.